الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം ഖുർആനിന്റെ മാധുര്യം എന്ന വിഷയത്തിൽ കുറച്ച് സംവദിച്ചിരുന്നു. അബ്ബാസ് ഹാജിയുടെ വീട്ടിൽ സ്ഥിരമായി ക്ലാസ്സിന് വരുന്ന ഉമ്മമാർ അത് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കേട്ട് അതിന്റെ പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു. അല്ലാഹു തആല അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നും ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ മഹത്വങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗം 4 വിഭാഗം ആളുകളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം 4 വിഭാഗം ആളുകളെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വിഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു വിഭാഗം അത് ഖാരിഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകൾ എന്നാണ്. വിശുദ്ധമായ ഖുർആനിനെ ധാരാളം ഓതുന്ന ആളുകളെ സ്വർഗം അവരെ കാത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ സുഖ സൗകര്യങ്ങളെ ഒരുക്കി വെച്ച എന്റെ വീട്ടിലേക്ക്, എന്റെ ഈ സുഖാഡംബരങ്ങളുള്ള എന്റെ അരമനയിലേക്ക് അവർ എപ്പോഴാണ് വരുന്നത് എന്ന് സ്വർഗം കാത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മൾ അത്തരക്കാരിൽ പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന മസലുൽ ഉതുരിജ. ഖുർആൻ ഓതുന്ന മുഅ്മിൻ, ഖുർആൻ ഓതുന്ന വിശ്വാസി, ആ വിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ മസലുൽ ഉതുരിജ, ഓറഞ്ച് പോലെയാണ്. വിശുദ്ധമായ റമദാനിൽ നമ്മളൊക്കെ ഏറെ ഉപയോഗിക്കുന്ന ഒരു ഫലം കൂടിയാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ആ ഓറഞ്ച് നമുക്കറിയാം, നല്ല മണമുള്ള ഒരു ഫലമാണ്. മാത്രമല്ല അത്ര തന്നെ ടേസ്റ്റുള്ള, രുചിയുള്ള ഒരു ഫലമാണ്, ഫലഹാരമാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതുപോലെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മുഅ്മിൻ, അവൻ നല്ല ഓറഞ്ച് പോലെയാണ്. എന്താണ് ആ ഓറഞ്ചിന്റെ പ്രത്യേകത? റീഉഹാ ത്വയ്യിബുൻ വതഅമുഹാ ത്വയ്യിബുൻ. നല്ല രുചിയാണ് ഓറഞ്ചിന്, അല്ലെ? നല്ല മണമാണ്. മാത്രമല്ല അതിന്റെ ടേസ്റ്റോ അതിലേറെ രുചിയാണ്, അതിലേറെ നല്ല ടേസ്റ്റാണ്. അതുപോലെയാണ് ആര്? വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു, മസലുൽ മുഅ്മിൻ അല്ലദീ ലാ യഖറഉൽ ഖുർആന കമസലി തംറ. വിശുദ്ധമായ ഖുർആൻ ഓതാത്ത മുഅ്മിൻ, വിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിൻ അവൻ കാരക്ക പോലെയാണ്. കാരക്ക പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്കയെ ഉദാഹരിക്കാനുള്ള കാരണം എന്താണ്? ലാ റീഹുൽ ലഹാ വതഅമുഹാ ഹുൽവുൻ. ലാ റീഹുൽ ലഹാ, അതിനെന്തില്ല? മണമില്ല. കാരക്ക നമ്മളൊക്കെ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നോമ്പ് ആദ്യമായി തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാരക്ക എന്ന് പറയുന്നത്. ഈത്തപ്പയമില്ലെങ്കിൽ കാരക്ക കൊണ്ടാണല്ലോ നോമ്പ് തുറക്കൽ സുന്നത്തുള്ളത്. ആ കാരക്കയുടെ പ്രത്യേകത എന്താണ്? അതിന് മണമില്ല, നല്ല മണമില്ല, പക്ഷെ അതിന് നല്ല രുചിയുണ്ട്. അതുപോലെയാണ് മുഅ്മിനായ ഒരു വ്യക്തി, മുഅ്മിനത്തായ ഒരു ഉമ്മ ഖുർആൻ ഓതാതിരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്, വമസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആന കമസലി റൈഹാന. റൈഹാന പുഷ്പം പോലെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മുനാഫിഖ്. അവന് എത്ര ഓതിയിട്ടും കാര്യമില്ല. കാരണം എന്തേ? ആ പുഷ്പത്തിന് നല്ല മണം ഉണ്ടാവും, പക്ഷെ തിന്നാലോ വല്ലാത്ത കയ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധമായ ഖുർആൻ ഓതാത്ത മുനാഫിക്ക് അവനേതുപോലെയാണ്? ഹൻളല പോലെയാണ്. ഹൻളല ആട്ടങ്ങ, അതിന് മണവുമില്ല, രുചിയുമില്ല, ഒന്നുമില്ല. അതുപോലെയാണ് വിശുദ്ധമായ ഖുർആൻ ഓതാത്ത മുനാഫിക്ക് എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നല്ല ഓറഞ്ച് പോലെ, മുഅ്മിനീങ്ങളാണ്, ഖുർആൻ ഓതുകയും വേണം. അപ്പോൾ ഓറഞ്ച് പോലെയാകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് പറയാം. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്, നമുക്കൊക്കെ അറിയാം. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. ആ സൂറത്തുൽ കഹ്ഫ് ആരെങ്കിലും വെള്ളിയാഴ്ച ഓതിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാന്മാർ അത് എഴുതി വെക്കുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച ഒരാൾ, ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ ചെയ്യുന്ന എല്ലാ ചെറുദോഷങ്ങൾക്കും അത് കഫാറത്താണ്, അത് പ്രതിവിധിയാണ്.
അവൻ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരും. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് പ്രത്യേകിച്ചിട്ടും റമളാനിൽ എന്റെ ഉമ്മമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഓതാൻ ശ്രമിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹഫിള 10 ആയത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി ഉസിമ മിനദ് ദജ്ജാൽ. ഒരാൾ വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ, ആദ്യത്തെ 10 ആയത്ത് ആരെങ്കിലും മനപ്പാടമാക്കിയാൽ അവർക്ക് ദജ്ജാലിന്റെ ശൈത്താനിയത്തിൽ നിന്നുള്ള മുഴുവൻ കാവലുകളും അവർക്ക് ഉണ്ടാകുമെന്ന് ആരാണ് പറയുന്നത്? ജീവിതത്തിൽ ഒരു വട്ടം പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, എപ്പോൾ നമ്മൾ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാണെങ്കിൽ അത് നമുക്ക് മനപ്പാടമുണ്ടാകും. അതിന്റെ ആദ്യത്തെ 10 ആയത്തല്ലേ, നമുക്ക് മനപ്പാടമുണ്ടാകും. അങ്ങനെ മനപ്പാടമുള്ള വ്യക്തിക്ക് ദജ്ജാലിന്റെ ഒരു ഷർറും ഉണ്ടാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞതായ പ്രതിഫലങ്ങൾ സ്വർഗം കാത്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായി ഖുർആൻ ഓതുന്ന ആളുകളെയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ഖുർആൻ ഓതുന്നവരെയാണ്. അവർക്ക് ദുനിയാവിൽ അവരുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാവും, ബർക്കത്ത് ഉണ്ടാവും, നല്ല ഐശ്വര്യമുണ്ടാവും. ഇതൊക്കെ ഞാൻ ഇന്നും പറഞ്ഞു. പക്ഷെ ഈ പ്രതിഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഹത്തം തീർക്കാൻ വേണ്ടി നമുക്കിങ്ങനെ തോന്നിയതുപോലെ വിശുദ്ധമായ ഖുർആൻ ഓതിയാലൊന്നും ആ പ്രതിഫലങ്ങൾ കിട്ടൂല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മുടെ ഓത്ത്, വിശുദ്ധമായി ഖുർആൻ നമ്മൾ ഓതുന്നത് അത് തജ്വീദ് അനുസരിച്ചായിരിക്കണം. ഖുർആൻ ഓതാൻ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മളൊരു പാചകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇത്തരം മുളക് പൊടി വേണം, ഇത്തരം ഉപ്പ് വേണം, അല്ലെ? അങ്ങനെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഏത് നിലക്കായിരിക്കണം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ഹർഫുകളും നാം മൊഴിയേണ്ടത്? ഏത് നിലക്കായിരിക്കണം ഓരോ ലഫ്ലുകൾ നാം ചൊല്ലേണ്ടത്? ഇതിനെല്ലാം കൃത്യമായ നിയമങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാം ഇപ്പോൾ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കാണുന്നവരായിരിക്കും എന്റെ കൂടുതൽ ഉമ്മമാരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ അടിച്ച് സെർച്ച് ചെയ്താൽ നല്ല നല്ല ഉസ്താദുമാര് തജ്വീദിന്റെ പാരായണം ചെയ്യേണ്ട ക്ലാസുകളൊക്കെ ഉണ്ടാകും. അത് കേട്ട് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെടുന്ന നിലക്ക് നല്ല നിലക്ക് ഓതാൻ നമ്മളൊക്കെ ശ്രമിക്കണം. മറ്റൊരു കാര്യമാണ് പലരും ചോദിക്കുന്നത്, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത്. തിലാവത്തിന്റെ സുജൂദ് വിശുദ്ധമായ ഖുർആനിൽ ഏകദേശം 15ഓളം സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സജദയുടെ ആയത്തുകളുണ്ട്. ആ സ്ഥലങ്ങളിൽ അവിടെ അടയാളങ്ങൾ ഉണ്ടാവും. അടിവര വരച്ചിട്ടോ മറ്റോ നിലക്ക് അവിടെ അടയാളങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാം തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. ചെറിയ സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രതിഫലമാണ്, അള്ളാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമാണ് ഈ തിലാവത്തിന്റെ സുജൂദിലൂടെ നമുക്ക് കിട്ടുന്നത്. സജദ വജ്ഹിയല്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഔലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന ആ ദിക്ർ, അത് നമ്മൾ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തിലാവത്ത് സജദയുടെ ആയത്ത് കണ്ടാൽ ഖുർആനെ കുറച്ചപ്പുറം മാറ്റി വെക്കുക, എന്നിട്ട് കൈകെട്ടി അപ്പോൾ തന്നെ സുജൂദ് ചെയ്യുക. സുജൂദിൽ ഈ സിക്റും കൂടി ചെല്ലുക. സജദ വജ്ഹിയല്ലദി ഖലഖഹു, അറിയാത്തവർ പഠിക്കുക ആ സിക്ർ. ഇനി അത് അറിയുന്നില്ലെങ്കിൽ സാധാരണ ചെല്ലുന്നത് പോലെ സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 വട്ടം ചൊല്ലിയാൽ മതി. അതുകൊണ്ട് എന്റെ ഉമ്മമാർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നല്ലൊരു ഹോംവർക്കായി, ഇതുവരെ ചെയ്യുന്നവരുണ്ടാകും, ചെയ്യാത്ത ഉമ്മമാർ സഹോദരിമാർ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഇത്തരം ആയത്തുകൾ വരുമ്പോൾ, സജദയുടെ ആയത്തുകൾ വരുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട്, വിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ ധാരാളം ഓതാൻ ശ്രമിക്കണം. വാട്സപ്പിലും ഫേസ്ബുക്കിലും ദിവസവും എത്രയോ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരാണ് നാം. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വിശുദ്ധമായ റമളാനിൽ ഓരോ ദിവസവും 2 ഖത്തം ഓതുന്ന മഹാനായിരുന്നു. നമ്മുടെ അവസ്ഥ എന്ത്? 2 ഖത്തം പോയി, 2 ജുസ് പോയി, ഒരു ദിവസം 2 പേജ് പോലും നമുക്ക് ഓതാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വിശുദ്ധമായ റമളാൻ കഴിയുമ്പോൾ 60 ഖത്തം ഓതാൻ അവസരം കിട്ടിയ വലിയ മഹാനാണ്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് ഖത്തമുകൾ ഓതാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച്
ആ നിലക്ക് നല്ല നിലക്ക് നമ്മൾ ഖുർആൻ ഓതാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റുബ്ബ ഖാരിഉൻ യഖറഉൽ ഖുർആൻ വൽ ഖുർആൻ യൽഅനു. എത്രയോ ആളുകൾ റമദാനിൽ ഖത്തം തീർക്കാൻ വേണ്ടി, മറ്റുള്ളവരോട് എനിക്ക് ഇത്ര ഖത്തമായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരുപാട് ഖത്തമുകൾ തീർക്കുന്നുണ്ട്. പക്ഷേ വൽ ഖുർആൻ യൽഅനു, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തേ കാരണം? അവർ തജ്വീദിന്റെ നിയമങ്ങളില്ലാതെ, അള്ളാഹുവിന്റെ പേടിയില്ലാതെ ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുന്നവരാണ്. നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നല്ല ഖുർആൻ ഓതിയാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ഖബറിലും മഹ്ശറയിലും നമ്മുടെ പ്രയാസപ്പെടുന്ന എല്ലാ ഘട്ടങ്ങളിലും ഖുർആൻ നമുക്ക് ശുപാർശയാകും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു ഇൻഷാ അല്ലാഹ് വിശാലമായിട്ട് ഞാൻ നാളെ മറ്റൊരു വീഡിയോയിലൂടെ അവിടുത്തെ ചരിത്രങ്ങൾ പറയാം. മഹദി അവர்கள் മരണപ്പെട്ടത് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടായിരുന്നു. ഇത്ര വലിയ ഭാഗ്യവതിയാണ്. എത്രയോ ഖതമുകൾ തീർത്ത മഹദിയാണ്. നിങ്ങളെപ്പോലെ ഒരു പെണ്ണായി ജനിച്ച നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നോക്ക്, നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളുള്ള, നിങ്ങളെപ്പോലെ പച്ചമാംസമുള്ള ആ മഹദി വിശുദ്ധമായ റമളാനിലും അല്ലാതെയും എത്രയോ ഖതമുകൾ ഓതി തീർത്ത വലിയ ഭാഗ്യം ലഭിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മഹദി അവരുകൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ഖബർ കുഴിച്ച, ആ ചരിത്രങ്ങളൊക്കെ പലരും കേട്ടവരായിരിക്കും. ഖബർ കുഴിച്ച് 6 അടി മണ്ണിന്റെ ഉള്ളിൽ എത്രയോ ഖത്തമുകൾ, ഖബറിന്റെ ഉള്ളിൽ നമ്മളൊക്കെ കണ്ടാൽ പലപ്പോഴും നെട്ടുന്ന, പേടിക്കുന്ന ആ ഖബർ, അതിന്റെ ഉള്ളിലിരുന്ന് തന്നെ എത്രയോ ഖത്തമുകൾ ഓതി തീർത്ത മഹദി എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അതിന്റെ മാധുര്യത്തോടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക്, സ്വർഗം ആഗ്രഹിക്കുന്ന ആ വിഭാഗക്കാരിൽ പെടാവുന്ന നിലക്ക്, നല്ല നിലക്ക് വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഓതാൻ, പ്രത്യേകിച്ചും ഈ റമളാനിൽ ഒരുപാട് ഖതമുകൾ തീർക്കാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാരാവട്ടെ. ഇത് പ്രത്യേകിച്ചും ഈ ക്ലാസ് കേൾക്കുന്ന മർഹൂം അബ്ബാസ് ഹാജിയുടെ അവരുടെ മക്കൾ നൽകുന്ന ഈ സംവിധാനത്തിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലൊക്കെ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടൊക്കെ എന്ന് അവിടുത്തെ കുടുംബങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇത് കേൾക്കുന്ന എല്ലാ ഉമ്മമാർ അവരുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലതുകളിൽ നിങ്ങളും കൂറാവുക. അല്ലാഹു തആല നമ്മളൊക്കെ റമളാനിന്റെ ഫായിസികളിൽ